ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 40. നേഹാഭിക്രമനാശോക്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. വിവർത്തനം: നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തോടെ അഥവാ ഇന്ദ്രിയ സംതൃപ്തിയെ കാക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നതത്രേ കർമ്മത്തിന്റെ അതീന്ദ്രിയ വൈശിഷ്ട്യം. അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഭൗതിക തലത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനായി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴായിത്തീരുന്നു. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം ശാശ്വതമായ ഫലമുളവാക്കുന്നു. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും അതുകൊണ്ട് കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മം ചെയ്യുന്നവർക്ക് അത് മുഴുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നഷ്ടമില്ല. കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കുന്ന പ്രവർത്തനം കേവലം 1% പോലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. അടുത്ത തുടക്കം അതിൽ നിന്നാകാം. എന്നാൽ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ അത് തികച്ചും നഷ്ടമായി ഭവിക്കുന്നു. ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധത്തോടെയായിരുന്നു അജാമിളൻ പ്രവർത്തിച്ചിരുന്നത്. എന്നിട്ടും ഒടുവിൽ ഭഗവത് കൃപയാൽ 100% ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. ഭാഗവതത്തിൽ 1:5-17 ഇതിനെപ്പറ്റി ഒരു നല്ല ശ്ലോകമുണ്ട്. തെക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്നഭക്തോദ പദേ തതോ യദി യത്രക്വ വാഭദ്രമഭൂതമൂഷ്യഖിം കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മതഃ. സ്വധർമ്മം ഉപേക്ഷിച്ച് ഒരാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ചെയ്തുവെന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് നഷ്ടമാണുള്ളത്? നേരെ മറിച്ച് ഭൗതിക പ്രവർത്തനങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചതുകൊണ്ട് അയാൾക്ക് എന്തു നേടാൻ കഴിയും? ഈ ലോകം മുഴുവൻ കൈവന്നാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ലാഭമാണുള്ളത് എന്ന് ക്രിസ്ത്യാനികൾ ചോദിക്കാറുണ്ട്. ഭൗതിക കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും ശരീരത്തോടൊപ്പം നശിക്കും. കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനമാകട്ടെ ദേഹനാശത്തിന് ശേഷവും ഒരാളെ കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്നു. ആത്മീയോത്കർഷത്തിന് കൂടുതൽ അവസരം കിട്ടാവുന്ന വിധം സംസ്കാര സമ്പന്നമായൊരു ബ്രാഹ്മണ കുടുംബത്തിലോ പ്രാമുഖ്യമുള്ള ധനിക ഗ്രഹത്തിലോ അടുത്ത ജന്മത്തിൽ മനുഷ്യനായി പിറവിയെടുക്കുവാനെങ്കിലും അയാൾക്ക് സാധിക്കുമെന്നുറപ്പാണ്. അതത്രേ കൃഷ്ണാവബോധപൂർവകമായ കർമ്മത്തിന്റെ അതുല്യ വൈശിഷ്ട്യം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.